ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പി ഒന്ന് നോക്കാവേ. ഇത് ഞാൻ സ്നേഹിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അവൻ ഇഷ്ടപ്പെട്ട ഓരോരോ ഫുഡ് എല്ലാ ദിവസവും ഞാൻ ഉണ്ടാക്കുവാണ്. അപ്പൊ അതിന്റെ റെസിപ്പീസ് ഞാൻ ഒന്നൊന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടാവേ. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള എന്തെല്ലാം വേണമെന്ന് നോക്കാവേ. ചിക്കൻ ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് 2 എണ്ണം. ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കുറച്ചൊരു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്, മൂടി വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഒരു 2-3 വിസിൽ വരുന്നവരേക്കും വേവിക്കാൻ വെക്കാവേ. അപ്പോൾ ചിക്കൻ ഞാൻ ഈ ചെറിയ പാത്രത്തിലാണ് ചിക്കൻ വേവിക്കുന്നത്. നമ്മൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോയോളം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് അതും നന്നായിട്ടൊന്ന് ഒരു 3-4 വിസിലെടുക്കാവുന്നതാണ്. മീഡിയം സിമ്മിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ ഫുള്ള് നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോപ്പറിൽ അടിക്കുമ്പോഴേക്കും ആ എല്ല് ഇതാകും. അതുകൊണ്ട് എല്ലില്ലാത്ത ചിക്കൻ നോക്കി ചെറിയ പീസായിട്ട് വാങ്ങിയിട്ട് നമുക്കതിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം ഞാൻ കുക്കറിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും വേവിക്കാൻ വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 വിസിലെടുക്കാം നമുക്ക് മീഡിയം സ്വിമ്മിൽ. അതിൽ നന്നായിട്ട് വെന്ത് വരും. അതിനുശേഷം നമ്മൾ അതേസമയം തന്നെ നമ്മൾ ചോപ്പറിൽ സവാള, വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഞാൻ ചോപ്പറിൽ ഇടുന്നില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ചോപ്പറിലിട്ടാൽ അത് ഫുള്ളായിട്ട് അരഞ്ഞ് ഇതായി പോകും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് കട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മളിട്ടിട്ട് ചോപ്പറിലൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 സവാള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചോപ്പറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വളരെ ചെറുതായിട്ട് അരിയണം. ഇതിപ്പോൾ ഞാൻ ഇതിൽ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ എല്ലാം ചേർന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. കുക്കറിൽ 4 വിസിൽ വന്ന പുറകെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടു. അതുപോലെ തന്നെ ചിക്കനും വെന്ത് വന്ന പുറകെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ നമുക്കുള്ള അടുത്ത ജോലി ഈ ചോപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ചൊരു കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിലൊന്ന് അടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊരു ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിവ് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും മുളക് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിലിപ്പോൾ ശ്രീഹരിക്ക് എരിവ് അധികം ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഞാൻ ചില്ലി പൗഡർ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പക്ഷേ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നമ്മൾ 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിടണേ. അപ്പോൾ ഞാൻ പച്ചമുളക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അതും കൂടെ 2 പച്ചമുളകേ ഞാൻ ഇടുന്നുള്ളൂ. ഏകദേശം ഇത് ഒരു 1/4 കിലോ ചിക്കനും 2 ഉരുളക്കിഴങ്ങ്, അതേ അളവിലുള്ള ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട അതുപോലെ സാധനങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പച്ചമുളക് എരിവ് അധികം വേണ്ടാന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് 2 എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് അധികം വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് അധികം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂണാണ് ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് അധികം വേണം എന്നുണ്ടെങ്കിൽ
അത് 1 ടീസ്പൂൺ ആക്കുക. ഇപ്പോൾ ഞാൻ പച്ചമുളക് അരിഞ്ഞെടുത്തത് 2 ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ സമയത്ത് തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ചൊരു കുരുമുളക് ഞാൻ അധികമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 20 കുരുമുളകും പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഇത്രയും സാധനങ്ങളിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ വന്ന് നമ്മൾ ഈ സവാള വഴറ്റുന്നതിൽ അതുകൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തണുക്കാൻ വിടണേ. കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതിപ്പോൾ ഞാനിത് അടിച്ചെടുക്കുവാണ് മിക്സിയുടെ ജാറിൽ. എല്ലാം കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കുക്കറെല്ലാം തുറന്ന് നോക്കി. അപ്പോൾ കുക്കറിൽ ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തോലെടുത്ത് കളയണം. തോലെടുത്ത് കളഞ്ഞിട്ട് അതുപോലെ ചിക്കൻ വെന്തതും ഈ ചോപ്പറിലിട്ട് സവാള വഴറ്റിയതും എല്ലാം ചേർന്ന് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒരേ ഒരു തടവ് മാത്രം ഒന്ന് കറക്കിയെടുക്കണം. ലൈറ്റായിട്ടൊന്ന് ഇതാക്കിയാൽ മതി, കറക്കിയെടുത്താൽ മതി. അതിൽ നമുക്കത് കറക്റ്റായിട്ട് ഇതിൻ്റെ കട്ട്ലറ്റിൻ്റെ പരുവത്തിലായി വരും. അപ്പോൾ ഞാൻ ചോപ്പറിൽ ആദ്യം ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചോപ്പ് ചെയ്തത്, അതിൻ്റെ അകത്ത് പെപ്പർ പൊടിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ വഴറ്റിയത് അങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് നല്ല ചൂടുണ്ട്, അപ്പോൾ ചൂടൊന്ന് പോവാൻ വേണ്ടി നിന്നിട്ട് പിന്നെ ചൂടുണ്ട്, അത് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അത് അതിൻ്റെ തൊലി അങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം. 2 ഉരുളക്കിഴങ്ങിൻ്റെയും തോല് കളഞ്ഞ് നമ്മൾ ചോപ്പറിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് ഉരുളക്കിഴങ്ങിന് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ടിട്ട് ഉപ്പ് എന്തായാലും കുറവായിരിക്കും. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എത്രയും ആവശ്യമുണ്ടോ അത്രയും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയുടെ വലിയ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയേ. അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ പൊടിച്ചിട്ട് വലിയ തവി വെച്ചിട്ട് ഉരുളക്കിഴങ്ങെല്ലാം ഉടച്ച് അങ്ങനെ എടുക്കാവുന്നത് കൂടിയാണ്. നമുക്ക് കടയുന്ന മാതിരിയുള്ള തവിയെല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ച് നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ചോപ്പറിൽ ഇതെല്ലാം കൂടെ 2 ഉരുളക്കിഴങ്ങ്, ചിക്കൻ വേവിച്ചത്, പിന്നെ നമ്മൾ സവാള വഴറ്റിയത് എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു മുട്ട ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു റൊട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. റൊട്ടിപ്പൊടിക്ക് ഞാൻ ബ്രെഡ് ഒരു 4 പീസ് എടുത്തിട്ട് പൗഡറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ റൊട്ടിപ്പൊടിയായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ബ്രെഡ് ഒന്ന് മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ബ്രെഡ് പൊടിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചോപ്പ് ചെയ്തിട്ടുള്ള ഈ കോമ്പിനേഷനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ ചെറിയ കട്ട്ലറ്റിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് കട്ട്ലറ്റ് ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഷേപ്പാണ് ആക്കുന്നത്. ആ ഒരു ഷേപ്പിലാക്കിയിട്ട് മുട്ടയുടെ ഇതിലൊന്ന് മുക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൗഡറിൽ മുക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 10-12 കട്ട്ലറ്റേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് കുട്ടികൾക്ക് അടുത്ത ദിവസത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് കേടാവാതെ അങ്ങനെ ഇരിക്കും. ഫ്രീസറിൽ അങ്ങനെ ഒരു ബോക്സിലാക്കി നമുക്ക് മൂടി വെച്ച് പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൗഡറിലും കൂടെ മുക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചിപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള കുറച്ച് എണ്ണ ഞാനിന്ന് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ നാളത്തേക്കാണ് ഉപയോഗിക്കുന്നത്. അധികം ദിവസത്തേക്ക് നമുക്കിത് വെക്കാൻ പറ്റത്തില്ല. കഷ്ടിച്ചൊരു ഒരു ദിവസം കൂടെ എക്സ്ട്രാ നമുക്ക് ഈ സൂക്ഷിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിലായിട്ട് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ആ സമയത്ത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടെല്ലാം ഷേപ്പിലാക്കിയിട്ട് ഞാനത് അധികം എണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല. 1 ടീസ്പൂൺ എണ്ണ പാനിൽ ഒഴിച്ചിട്ട് പിന്നെ ഈ കട്ട്ലറ്റ് അതിലിട്ടിട്ട് തിരിച്ചും മറിച്ചും അങ്ങനെ എടുത്ത് മൊരിയിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓവനിൽ അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴും നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ഓയിൽ. എനിക്ക് പെട്ടെന്ന് അതാണ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിൽ വെക്കുന്നില്ല. ഓയിലിൽ തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഓൾറെഡി നമുക്ക് ഇതിൻ്റെ എല്ലാ കണ്ടൻസും നമുക്ക് വേവിച്ചതാണ് ഒരു തവണ. ചിക്കൻ വെന്തതാണ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, അതുപോലെ ഈ സവാളയുടെ ബാറ്റർ എല്ലാം തന്നെ വെന്തതാണ്. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് തിരിച്ചും മറിച്ചും ഓയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ ഇന്നേക്ക് വറുക്കാനുള്ളതെല്ലാം ഫ്രൈ ആക്കാനുള്ളതെല്ലാം അങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി ഹാർട്ട് ഷേപ്പാണ്, എന്ത് ഷേപ്പ് വേണമെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മാതിരിയുള്ള ഷേപ്പിലോട്ട് അത് മാറ്റിയെടുക്കാവുന്നതാണ്. കട്ട്ലറ്റിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് അതിനുള്ള ഇതുകൂടി ഇപ്പോൾ നമുക്ക് ആമസോണിലെല്ലാം അവൈലബിളാണ്. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് കയ്യിൽ തന്നെ ആക്കിയെടുക്കുവാണേ. എനിക്കിഷ്ടപ്പെട്ട പോലെ ചെറുതായിട്ട് വടയുടെ ഒരു ഇതിലാക്കിയിട്ട് അങ്ങനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് പൗഡറിൽ മുക്കി അങ്ങനെ ആക്കി മാറ്റി. പിന്നീട് നമ്മൾ പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളതിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് വേവിക്കുക. ഓയിൽ അധികമായിട്ട് നമുക്കിതിന് ആവശ്യമില്ല. വളരെ കുറച്ച് ഓയിലിൽ ഇതാക്കിയെടുക്കുക. ഞാനിപ്പോൾ കഷ്ടിച്ച് 1 ടീസ്പൂൺ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചാൽ മതി. നിറയെ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരേണ്ട ആവശ്യമില്ല. ഇത് ചിപ്സ് എല്ലാം എടുക്കുന്ന മാതിരി ജസ്റ്റ് കുറച്ച് എണ്ണ മാത്രം ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മതി. പിന്നീട് നമുക്ക് ഇത് മയണൈസ് അതുപോലെ ടൊമാറ്റോ സോസ് എല്ലാം ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. അതുപോലെ തന്നെ ഹൈലി ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ളതാണ്. ചിക്കനും പൊട്ടറ്റോ എല്ലാം ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒട്ടും വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചൊരു മുരിങ്ങയില ഒരു പിടി ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് ചീര എല്ലാം കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളത് ചിക്കൻ കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അവർ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിച്ചോളും. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഉള്ളിൽ കിട്ടുകയും ചെയ്യും. മുരിങ്ങയിലയോ ചീരയോ എന്തെങ്കിലും നിറയെ ഇടരുത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. ഞാനിവിടെ അടിക്കടി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. ഇപ്പോൾ ശ്രീഹരി അവന് ചിക്കൻ കട്ട്ലറ്റ് വേണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തോളൂ. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന ടൈമിലെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് കഷ്ടിച്ച് ഒരു അരമണിക്കൂർ സമയം മതിയാകും ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾ വളരെ ഇഷ്ടത്തിൽ നന്നായിട്ട് ആസ്വദിച്ച് ഇത് കഴിച്ചോളും. അപ്പോൾ ഇതാണ് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ഞാൻ ഈ കട്ട്ലറ്റ് ഇപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ ഇതിൽ കുറച്ചൊരു സോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അവനിത് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കുറച്ചൊരു ചിക്കനും ഉരുളക്കിഴങ്ങും ബ്രെഡ് ഒരു 3-4 പീസും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കട്ട്ലറ്റ് റെഡിയാക്കാം. നിറയെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുമില്ല. പിന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്കിതിൽ ആവശ്യത്തിനുള്ള മുരിങ്ങയിലയോ ചീരയോ അതെല്ലാം ഒരു പിടിയോളം നിറയെ ഇടരുത്, ഒരു കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചോപ്പ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ ഇത് അരഞ്ഞു പൊയ്ക്കോളും. അവർക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ സിയും എയും അയണും എല്ലാം അതുവഴി കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഇതുപോലെ ഞാൻ ഇവർ സ്കൂളിൽ പഠിക്കുന്ന പീരീഡുകളിലെല്ലാം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. കാരണം ഇവർക്ക് പൊതുവേ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങയിലെല്ലാം കുറച്ച് ഉള്ളി ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ വൈറ്റമിൻസും അയണും കാൽഷ്യം എല്ലാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് ഈ ഒരു 3-4 കട്ട്ലറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിനു മുന്നേ ഞാനിത് പലതവണ ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.